നടത്തിക്കൊടുക്കുക എന്ന പൊതുപ്രവർത്തകരുടെ ആവശ്യം നടത്തുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ. ഏകദേശം 71ഓളം പുതിയ MLA-മാരും അത്ര തന്നെ പരിചയസമ്പന്നരായ MLA-മാരും ഉള്ള ഒരു സഭയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതീക്ഷയാണ്. പുതിയ ഒരാളെന്നുള്ള നിലയിൽ എന്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. 1 മാസമാകുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു MLA ഓഫീസിൽ സാധാരണഗതിയിൽ ഒരു 40 നിവേദനങ്ങൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. 40 നിവേദനങ്ങൾ. ഈ 40 നിവേദനങ്ങൾ നമ്മൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഏകദേശം 100 ദിവസമാകുമ്പോൾ ഇതിന്റെ എണ്ണം 4000 എണ്ണമാണ്. MLA എന്നുള്ള നിലയിൽ നമ്മൾ 5 കൊല്ലമാണ് ഒരു MLA-യുടെ ടേം എങ്കിൽ അത് 365 × 5 1825 ദിവസങ്ങളാണ്. ഈ 1825 ദിവസങ്ങൾ MLA ആയിരിക്കുന്ന ഒരാൾക്ക് 100 ദിവസം കൊണ്ട് 4000 നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ 4000 നിവേദനങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ കല്യാണത്തിന് മുമ്പ് നേരിട്ട് പറയുന്നതും വഴിയിൽ കാണുമ്പോൾ പറയുന്നതും വാട്സപ്പിലൂടെ തരുന്നതും ഇമെയിലിലൂടെ തരുന്നതും ഫോണിലൂടെ വിളിച്ചു പറയുന്നതും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 4000 നിവേദനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പീഡാക്കി കൊടുക്കുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അത് കേൾക്കാനും എല്ലാം പറ്റുള്ളൂ. ഇവർ പറയുന്നുണ്ട്, ഇവർ എഴുതി തരുന്നുണ്ട്, അവരെ നമ്മൾ കേൾക്കണം. അപ്പൊ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ഒരാൾക്കുള്ളത് 2 സ്റ്റാഫുകളാണ്. ഇതിൽ ഒരു സ്റ്റാഫിനെ ബഹുഭൂരിപക്ഷ MLA-മാരും ഡ്രൈവർമാരായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഒരു സ്റ്റാഫും കൂടെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റാഫും MLA എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കൂടാതെ നടത്തേണ്ടുന്ന പൊതുകാര്യങ്ങൾ, നിയമസഭയിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത്രയധികം ഡാറ്റ പ്രോസസ് ചെയ്യുക, ഇത്രയധികം ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഇൻഡിഗോ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി. ഇപ്പൊ ആ ചേട്ടൻ ചായ വെച്ചിട്ട് കൈ ഒരൊറ്റ കുട ഉടഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി ചേട്ടാ? ചായ കൊടുത്ത് എന്റെ കൈ കഴച്ചു. കാരണം 10 വർഷം ഈച്ചയും പൂച്ചയില്ലായിരുന്ന സ്ഥലമാണ്, ഇപ്പൊ നിറച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സ്റ്റാഫുള്ള പയ്യനും അതേപോലെ ഓഫീസിൽ നിന്ന് കാണിച്ചു, കുറെ നിവേദനം കൊണ്ടു തന്നിട്ട് അവനും കൈ ഉടഞ്ഞിട്ട് പോവാണ് സാർ. അപ്പോ ജനങ്ങളുടെ ഇത്രയും വരുന്ന ഒരു ആവശ്യം ഞാനിതിനെ പഠിച്ചു നോക്കിയപ്പോ ഇത്രയും 100 ദിവസം കൊണ്ട് 4000 ആകുമ്പോൾ 1895 അത് എത്രയാണ്? അപ്പൊ അതിനെ പരിഗണിക്കാനും അതിനെ വായിക്കാനും കൃത്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അയക്കാനും പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെ നമുക്ക് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഓഫീസിലും. അത് MLA-യുടെ സ്റ്റാഫ് എന്നാണ് പറയുന്നതെങ്കിലും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ബഹുഭൂരിപക്ഷം MLA-മാരോട് സംസാരിച്ചപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോ അവരിലേക്കൊന്നും നമുക്ക് കൃത്യമായി എത്താൻ, അവരെ പരിഗണിക്കുന്നതിന് ഇപ്പൊ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നതിനും ആളുകളോട് കൃത്യമായി സംവേദിക്കുന്നതിനും ഒക്കെ ഒരാളെ നിയമിക്കുന്നതിന് അർഹമായ ശമ്പളവും ഒരാളെയും കൂടെ അതിലേക്ക് നിയമിച്ച് തരുന്നതിനും ഒരു നടപടി ഉണ്ടായാൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നു. കാരണം നമ്മളെല്ലാം 3-ാം ലോക രാഷ്ട്രങ്ങളിൽ ജനിജീവിച്ച ആളുകളാണ്. അവിടെ എല്ലാത്തിനും ഒരു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള വ്യവസ്ഥയുണ്ട്. ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് 5 പൈപ്പ്, ചോറുണ്ണാൻ വിട്ടാൽ ചോറ്റുപാത്രം എങ്ങനെയാലും കുത്തിക്കയറ്റി കൈ കഴുകുക എന്ന് പറയുന്ന തിരക്ക്, ബസ്സിലാണെങ്കിൽ കയറാൻ തിരക്ക്, സീറ്റ് കിട്ടാൻ തിരക്ക്, സീറ്റ് ഇരിക്കാൻ ഒരു പ്രതിഭ വേണം. അങ്ങനെ ഇവൻ ഒരു കല്യാണ വീട്ടിൽ പോലും 11 മണിക്ക് ചോറുണ്ണേണ്ട സമയം അല്ലെങ്കിൽ പോലും തുറന്നു വെക്കുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നത് ഈ തിരക്കിനോട് പൊരുതിയാണ് 3-ാം ലോക രാഷ്ട്രങ്ങളിലുള്ള ആളുകളെല്ലാം ജീവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ MLA ഓഫീസുകളിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും മന്ത്രിമാരെ കാണാൻ വരുന്നവർക്കാണെങ്കിലും എല്ലാം ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്ന് കാണാൻ പറ്റാതെ പോകേണ്ടി വന്നാൽ കയ്യൂക്കുള്ള മറ്റാരോ കയറിപ്പോയാൽ അത് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സാർ. അപ്പൊ അവരെ എല്ലാം അഡ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മളുടെ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ വർധന ഉണ്ടായിരുന്നെങ്കിൽ, ഒരാളെയെങ്കിലും കൂടുതൽ നിയമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. ഇത് MLA-മാർക്ക് വേണ്ടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അസഹിഷ്ണുത തോന്നുന്നത്. അവരാരും വ്യക്തിപരമായ നമ്മുടെ ഒരു സഹായത്തിനുമല്ല, ജനങ്ങളുടെ കാര്യം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കൂടെ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് എല്ലാ തരത്തിലും ഈ ധനകാര്യ ബില്ലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു വലിയ മോട്ടീവ്, നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ ബജറ്റ് അവതരിപ്പിച്ചത്, എങ്ങനെയാണോ നമ്മൾ ജനങ്ങളുമായി സംവേദിക്കേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ ഏത് തരത്തിലെല്ലാമാണ് നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള എത്തിച്ചേരാൻ അവര് നമ്മളോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ പരിഗണനയും നമുക്ക് കൊടുക്കാൻ, പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ഈ ഒരു തരംഗം അത്രയ്ക്ക് ഉണ്ടായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളല്ല. അപ്പോൾ സമീപത്തുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഗവൺമെന്റിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ ഒരുപാട് പേര് ഞങ്ങളെപ്പോലുള്ള MLA-മാരെ കാണാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ തീർച്ചയായും പാലക്കാടിനും മറ്റു മണ്ഡലങ്ങൾക്കും വേണ്ടി ഇത് പരിഗണിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണമായും ഈ ധനകാര്യ ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ പറഞ്ഞ ഒരു പുതിയ കേരളം സമ്മാനിക്കാൻ നമുക്കാകും എന്ന വലിയ പ്രത്യാശയോടുകൂടി നിർത്തട്ടെ സാർ. നന്ദി. താങ്ക് യു.